ബീഹാറിൽ കോൺഗ്രസ് ഇല്ലാതായിട്ട് എത്ര വർഷമായി? 10-30 വർഷമായി. കറക്റ്റ്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഇല്ലാതെയായിട്ട് 40 വർഷം മറ്റായി. തമിഴ്നാട്ടിൽ 1967 അവസാനിച്ചതാണ് കോൺഗ്രസ്. അത് കഴിഞ്ഞ് 89 തമിഴ് മാനില കോൺഗ്രസ് എന്ന് പറഞ്ഞ് കറുപ്പയ്യ മൂപ്പനാർ, അതും TMC ആയിരുന്നു കേട്ടോ, തമിഴ് മാനില കോൺഗ്രസ്. കറുപ്പയ്യ മൂപ്പനാരുടെ നേതൃത്വത്തിൽ ഒന്ന് തലപൊക്കാൻ നോക്കി. അതിൻ്റെ കൂടെ ചിദംബരം ഒക്കെ കൂടിയിരുന്നു. ഒരു ചെറിയ ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. മൂപ്പനാരുടെ മരണത്തോടെ അതും ഇല്ലാതെ പോയി. പിന്നെ GK വാസൻ കുറച്ചു കാലം കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടന്നു. പ്രാക്ടിക്കലി 1967 ശേഷം തമിഴ്നാട്ടിൽ കോൺഗ്രസ് ഇല്ല, ഒറീസയിൽ കോൺഗ്രസ് ഇല്ല, ഉത്തർപ്രദേശിൽ കോൺഗ്രസ് ഇല്ല. ഡൽഹിയിൽ ഷീലാ ദീക്ഷിതായിരുന്നു ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി. അതിനുശേഷം കോൺഗ്രസ് ഇല്ല. കേജ്രിവാളിൻ്റെ കൂടെ ഒന്ന് ഭരിക്കാൻ നോക്കി, അത് പറ്റിയില്ല. പഞ്ചാബിൽ കോൺഗ്രസ് ഇല്ല, ഹരിയാനയിൽ കോൺഗ്രസ് ഇല്ല, മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് ഇല്ല. എന്തൊരു ഗതികേടാണ് നമുക്ക്. അപ്പോൾ ആ പാർട്ടിക്ക് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമല്ല. അപ്പോൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള മുദ്രാവാക്യം BJP ഒന്ന് സൈഡിൽ വെച്ചിട്ട് ഈ റീജിയണൽ പാർട്ടികളെ ശ്രദ്ധിച്ചിട്ട് അവരെ ഇല്ലാതാക്കാനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ TMC മമതാ ബാനർജിയെ ഒതുക്കി, മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് ഠാക്കറെയെ ഒതുക്കി, വലിയ കാർന്നവരായിരുന്നു ശരത് പവാർ, ഒതുക്കി. അങ്ങനെ ഓരോ റീജിയണൽ പാർട്ടിയായിട്ടും ഒതുക്കിക്കൊണ്ടുവരികയാണ്. എന്നാലും അവിടെയായിട്ട് കേരളത്തിൽ കോൺഗ്രസ് ഉണ്ട്, തെലങ്കാനയിൽ കോൺഗ്രസ് ഉണ്ട്, കർണാടകത്തിൽ കോൺഗ്രസ് ഉണ്ട്. കർണാടകത്തിൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് അട്ടിമറി സാധിക്കും, മറ്റ് സ്ഥലങ്ങളിൽ കുറെ കൂടെ സമയമെടുക്കുമായിരിക്കും. അപ്പോൾ കോൺഗ്രസ്സിനെ മാത്രമല്ല പ്രാദേശിക പാർട്ടികളെയും BJP ടാർഗറ്റ് ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഇന്ത്യ സഖ്യം ഒന്ന് പുനരുജ്ജീവിപ്പിക്കാം എന്ന് വിചാരിച്ച് വിളിച്ചു കൂട്ടിയത്. അത് വിളിച്ചു കൂട്ടിയത് അത് പ്രയോജനമല്ല, കൗണ്ടർ പ്രൊഡക്റ്റീവായിപ്പോയി ആ സാധനം. അന്യോന്യമുള്ള കണക്ക് തീർക്കലൊക്കെ ആയിപ്പോയി. അതിൻ്റെ കൂടെ പാവം നമ്മുടെ മുസ്ലിം ലീഗ് അവിടെ കയറിയിരിപ്പുണ്ടായിരുന്നു. ആനന്ദം പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വല്ല കാര്യമുണ്ടോ? വല്ല KM ഷാജിയൊക്കെ വിട്ടാൽ പോരെ. പുള്ളി പാർട്ടി ചിലവിലൊന്ന് ഡൽഹിയൊക്കെ ചുറ്റിയിട്ട് വരും. ഈ തങ്ങളൊക്കെ പോയിട്ട് അവിടെ വെറുതെ ഒരക്ഷരം വാതുറക്കാൻ പോലും പറ്റിയില്ല ആ യോഗത്തിൽ. കാരണം വളരെ ജൂനിയർ പാർട്ട്നേഴ്സാണല്ലോ. കാശ്മീരിലെ PDP ഉണ്ടായിരുന്നു, മെഹബൂബ മുഫ്തി. എന്ത് ചെയ്യാൻ, എന്ത് പറയാൻ? ഒരു രാഷ്ട്രീയ അടിത്തറയും ഇല്ലാത്ത ആൾ. തൊട്ടിപ്പുറത്ത് ഇയാളുമുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി കാശ്മീരിലെ ഫാറൂഖ് അബ്ദുള്ളയുടെ മകൻ ഒമർ അബ്ദുള്ള. അതെ, ഒമർ അബ്ദുള്ളയും ഇരിപ്പുണ്ട്. ഇവരാരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തേ ഇല്ല. വരണമെന്ന് പറഞ്ഞു, പേരിന് വന്നു, ഇരുന്നു, പോയി. ഇങ്ങനെയൊക്കെ നാശമായിട്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. ഈ എന്നും ഒരു 20% വോട്ടർമാരെങ്കിലും ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിൽ അവർ എതിരായിരുന്നു. അവർ പലപ്പോഴും അവർ വോട്ട് ചെയ്യാൻ പോകാറില്ല. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 89 ഈ തമിഴ് മാനില കോൺഗ്രസ് വന്നപ്പോൾ ആ സമയത്ത് ഈ 20% ആൾക്കാർ രംഗത്തിറങ്ങി വോട്ട് ചെയ്തിരുന്നു. തന്നെ ഒരു ദേശീയ പ്രസ്ഥാനത്തെ ഇഷ്ടപ്പെടുന്ന തമിഴ് വോട്ടർമാർ ഇപ്പോഴും ഉണ്ട്. ഇത് ഈ ദ്രാവിഡം എന്നൊക്കെ പറയുന്നതിനകത്തൊരു കഥയില്ലെന്നും വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, വഴക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നതാണ്. അല്ലാതെ എന്ത് ദ്രാവിഡം ഒന്ന് ആലോചിച്ച് നോക്കൂ ലിയോ. നമ്മൾ ആ കണക്കിൽ നമ്മളും ദ്രാവിഡന്മാരല്ലേ? കർണാടകക്കാർ ദ്രാവിഡരല്ലേ? ആന്ധ്രക്കാർ ദ്രാവിഡരല്ലേ? ഇവർക്കാർക്കും ദ്രാവിഡ പാർട്ടി ഇല്ലാത്തത് തമിഴ്നാട്ടിൽ മാത്രം ദ്രാവിഡം. അപ്പോൾ അത് ശുദ്ധ തട്ടിപ്പാണത്. ശരിക്ക് ദ്രാവിഡ നാട് എന്ന് പറയണമെങ്കിൽ തെക്കേ ഇന്ത്യ, അതാണല്ലോ, ദക്ഷിണേന്ത്യയാണല്ലോ ദ്രാവിഡ നാട്. അപ്പോൾ അതിൽ തമിഴ്നാട്ടിൽ മാത്രം ദ്രാവിഡ, ബാക്കിയുള്ളവരൊക്കെ എന്താ പൊട്ടന്മാരാണ്? നമുക്കിത് അറിഞ്ഞുകൊണ്ടായിട്ടാണോ? നമ്മൾ അവരിൽ പെട്ടതല്ലേ? ഈ ലോജിക്കൽ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകുന്നതേ ഉള്ളൂ ഈ ദ്രാവിഡ പൊളിറ്റിക്സ്. അത് പിന്നെ ആൾക്കാർക്ക് ആ അതിലൊരു വിഘടനവാദത്തിൻ്റെ സ്വാദുണ്ട്.
അതുകൊണ്ട് ആ ആ ഒരു മധുരം ഉള്ളത് കൊണ്ട് ആൾക്കാർ അതിങ്ങനെ ആസ്വദിച്ച് കൊണ്ടു നടന്നു. അപ്പോഴും ഒരു മിനിമം 20% ആൾക്കാർ ഇത് ശരിയല്ല എന്നറിയാവുന്നവരുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ആർ കൂട്ടിയിണം എന്ന് അവർക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. BJP അതിലേക്ക് ഒരു അർഹതപ്പെട്ട പാർട്ടിയായിട്ട് വരണ്ടേ. കേരളത്തിലും തമിഴ്നാട്ടിലും BJPക്കുള്ള ഒരു പോരായ്മയാണത്. അവരൊരു ഓൾട്ടർനേറ്റീവ് ആണ് എന്ന് ജനങ്ങൾക്ക് വിശ്വാസം വരുന്ന പ്രവർത്തനം കാഴ്ചവെക്കാൻ അവർക്ക് പറ്റുന്നില്ല. അത് ചെയ്ത ആളാണ് അണ്ണാമലൈ. ആ നഷ്ടമാണ് BJPക്ക് തമിഴ്നാട്ടിൽ ഉണ്ടാവാൻ പോകുന്നത്. അല്ലാതെ ഒരാൾ പോയി കഴിഞ്ഞാൽ പലരും ആർഗ്യൂ ചെയ്യുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട്. BJP എത്രയോ വലിയ പാർട്ടിയാണ്, എത്രയോ പേര് പോയിരിക്കുന്നു വന്നിരിക്കുന്നു. ശരി, അതൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ജനറൽ അർത്ഥത്തിൽ അത് ശരിയുമാണ്. ബട്ട് തമിഴ്നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചു. അത് ജനങ്ങളാണത് ചെയ്തത്. വിജയ് വേറൊരു പൊളിറ്റിക്സ് കൊണ്ടുവരും എന്ന് അവർ പ്രതീക്ഷിച്ച് വോട്ട് ചെയ്തു. ബട്ട് വിജയ് ഇപ്പം അല്ലേ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിലേക്ക് തന്നെ പൊക്കോണ്ടിരിക്കുന്നു. DMKയുടെ പ്രവൃത്തികളും വിജയുടെ പ്രവൃത്തികളും തമ്മിൽ വ്യത്യാസമില്ലാതെ പോകുന്നു. അപ്പോൾ അതിന് കൗണ്ടർ ഫോഴ്സായിട്ട് ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് അണ്ണാമലൈ ഓക്കുപ്പൈ ചെയ്യും. അണ്ണാമലൈയുടെ ഗ്രോത്തിൻ്റെയും ഒരു ലക്ഷണം, അണ്ണാമലൈ തുടങ്ങിയ ആ വെബ്സൈറ്റ് ഉണ്ടല്ലോ, വി ദ ലീഡേഴ്സ്, അത് 24 മണിക്കൂറിനകം 10 ലക്ഷം പേര് അതിൽ രജിസ്റ്റർ ചെയ്തു. ആ 10 ലക്ഷത്തിൽ ഒരു 5 ലക്ഷം ചുമ്മാ തമാശയ്ക്ക് രജിസ്റ്റർ ചെയ്താണെന്ന് വയ്ക്കുക. അപ്പോഴും ഒരു 5 ലക്ഷം പേര് സീരിയസ് ആയിട്ട് അതിലുണ്ട്. ആ 5 ലക്ഷം പേരിൽ ഒരു 50,000 പേര് ഗ്രൗണ്ടിൽ പുള്ളിയുമായിട്ട് സഹകരിക്കാൻ തയ്യാറായെങ്കിൽ വലിയ ചേഞ്ചസ് ആ മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റും. തമിഴ്നാട്ടിലെ രാഷ്ട്രീയം വിജയ് വേഴ്സസ് അണ്ണാമലൈ എന്നുള്ള, വിജയ് വേഴ്സസ് മലൈ എന്നാണ് ഒരു തമിഴൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ദ്വന്ദ്വമായിരിക്കും ഇനി തമിഴ്നാട്ടിൽ നടക്കാൻ പോകുന്നത് വരും ദിവസങ്ങളിൽ.